നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം ന്യൂസ് പബ്ലിക്കേഷനാണ് ഗൾഫ് മാധ്യമം. അപ്പോൾ ഈ ഗൾഫ് മാധ്യമം എല്ലാ വർഷവും ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. 3 ദിവസത്തെ പരിപാടിയാണ്. ഒരു ബിഗസ്റ്റ് ഇന്ത്യൻ എക്സ്പോ ഇൻ UAE നമുക്ക് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു പരിപാടിയാണ്, ഒരു ഡയസ്പോറ ഇവന്റ് ആണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഗസ്റ്റുകളായിട്ട് ക്ഷണിക്കാറുണ്ട്. അതിപ്പോൾ സിനിമാ നടന്മാരെയും സീരിയൽ നടന്മാരെയും പാട്ടുകാരെയും ബിസിനസ്സുകാരന്മാരെയും ഒക്കെ തന്നെ അവർ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ 3 ദിവസമാണ് മെയിനായിട്ട് ഈ ഒരു പരിപാടി നടക്കാറുള്ളത്. കമോൺ കേരള എന്നാണ് ഈ ഒരു പരിപാടിയുടെ പേര്. അപ്പോൾ ഈ വർഷത്തെ കമോൺ കേരള 2025 മെയിൻ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നത് മോഹൻലാൽ സാറിനെയാണ്. അപ്പോൾ ഒരു ഡയസ്പോറ ഇവന്റ് ആണ്, ഗൾഫ് രാജ്യങ്ങളിൽ പോയി ആദരിക്കപ്പെടുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി പങ്കെടുത്തു, ആദരവ് ഏറ്റുവാങ്ങി തിരിച്ചു വന്നു. എന്നാൽ അദ്ദേഹം അവിടെ പോയത് കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് കുരുപൊട്ടി. അതിനൊരു മെയിൻ കാരണം ഈ ഒരു ഗൾഫ് മാധ്യമം എന്ന് പറയുന്ന മീഡിയ, ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആ സംഘടനയുടെ ഓണർഷിപ്പിലുള്ളൊരു ട്രസ്റ്റാണ് ഈ ഗൾഫ് മാധ്യമം നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ അവിടെ പോയി പങ്കെടുത്തത് കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് കുരുപൊട്ടി. ഇപ്പൊ മോഹൻലാലിനെ മനഃപൂർവ്വം പലരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ സിനിമ റിലീസ് ആയതോട് കൂടിയിട്ട്. അങ്ങനെ RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസീന് മോഹൻലാലിനെതിരെ ഒരു എഡിറ്റോറിയൽ എഴുതി അങ്ങിട്ടു, ഒരു ലേഖനം. മോഹൻലാൽ എന്തിനവിടെ പോയി, പോയത് ഒട്ടും ശരിയായില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല, ജമായത്തെ ഇസ്ലാമിയുടെ അണ്ടറിലുള്ള ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം പോയി പങ്കെടുത്തേക്കുന്നു, ഇന്ത്യയിലെ ഒരു ഹോണററി പദവി ഉള്ള ആളാണ്, ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സമയത്ത്, ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ നടക്കുവാണല്ലോ, അപ്പൊ ഈ ഒരു സമയത്ത് അവിടേക്ക് പോകാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ഹോണററി പദവി റദ്ദാക്കണം, ഇനി ഇതേപോലെ പൈസ വാങ്ങിച്ച് പാകിസ്ഥാനിലോട്ടും പരിപാടിക്ക് പോകുമോ, പൈസ കിട്ടുമെന്ന് അറിയുമ്പോൾ അദ്ദേഹം എവിടെ വേണമെങ്കിലും പരിപാടി അവതരിപ്പിക്കുമോ എന്നാണ് മോഹൻലാലിനെതിരെയുള്ള ആരോപണം. അപ്പൊ ഈ പരിപാടി നടന്നിട്ട് ഇപ്പം 3-4 ദിവസമായി. മെയ് 9, 10, 11 തീയതികളിലായിരുന്നു ഈ വർഷത്തെ പരിപാടി. അങ്ങനെ വിവാദമായതോടു കൂടിയിട്ട് ഓർഗനൈസർ ഈ ഒരു ലേഖനം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, മനഃപൂർവ്വം മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യുവാണെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു വാർത്തയുണ്ട്, ആ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. RSS മുഖപത്രമായ ഓർഗനൈസർ ഇന്ന് മോഹൻലാലിനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഷാർജയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു വിമർശനം. എന്താണ് ഓർഗനൈസറിൽ പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഓർഗനൈസർ ആ ലേഖനം ഇല്ല. പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല, ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഈ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസമാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി സംഘർഷം അതിർത്തിയിൽ നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വഹിക്കുന്ന ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസം എന്നാണ്. നിലവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനമില്ല. ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഒരു ഓണററി പദവിയാണ്. മോഹൻലാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ഗൾഫ് മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ്. ജമാഅത്തെ ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ് എന്ന നിലപാട് സർക്കാരിനില്ല, ബാൻ ചെയ്ത സംഘടനയല്ല. ഓണററി സൈനിക പദവി പിൻവലിക്കണം എന്നാണ് ഈ ഓർഗനൈസർ പറയുന്നത്. എന്തൊക്കെ ആരോപണങ്ങളാണെന്ന് നോക്കിക്കേ ഒരു മനുഷ്യനെതിരെ ഉന്നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ്. സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഈ നിലയും വിലയും പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ്. അതിൽ ഒരു പങ്ക് വഹിച്ചത് നമ്മൾ വ്യൂവേഴ്സാണ്. അദ്ദേഹം മലയാളത്തിന്റെ സ്വന്തം നടനാണ്. മലയാളികൾക്ക് മുഴുവൻ അദ്ദേഹം സ്വന്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തി, പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തി, മലയാള സിനിമാ ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ ഗൾഫ് കൺട്രിയിലേക്ക് ഒരു ഫംഗ്ഷന് വിളിക്കുന്നു. ആദരിക്കുന്ന ചടങ്ങാണ്, ഗസ്റ്റായിട്ടാണ് വിളിക്കുന്നത്. അദ്ദേഹം പോവില്ലേ? ആരാണെങ്കിലും പോവും. കഴിഞ്ഞ വർഷം ഈ ഒരു പരിപാടിയിലേക്ക് ഗസ്റ്റായിട്ട് വിളിച്ചത് നിവിൻ പോളിയെയും പാർവതി തിരുവോത്തിനെയുമാണ്. അങ്ങനെ എല്ലാ വർഷവും ഒരുപാട് നടന്മാരെയും പാട്ടുകാരെയും ഒക്കെ ഇവിടേക്ക് വിളിക്കാറുണ്ട്, ഗസ്റ്റുകളായിട്ട് പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. പക്ഷെ മോഹൻലാൽ പോയപ്പോൾ അത് വലിയൊരു വിഷയമായി. മോഹൻലാൽ ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു സംഘടനയുടെയും ഭാഗമല്ല. അദ്ദേഹം ഇതുവരെയും ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. ഓപ്പൺ ആയിട്ട് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയുടെയും ഭാഗമല്ല അദ്ദേഹം. അദ്ദേഹം ഒരു സിനിമാ നടനാണ്, അദ്ദേഹം ഒരു പബ്ലിക് ഫിഗറാണ്. അദ്ദേഹത്തിന് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, അത് നമ്മുടെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതല്ല. ഗൾഫ് മാധ്യമം അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതല്ല.
ഈ പരിപാടിയോ നിരോധിക്കപ്പെട്ടതല്ല, എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നതാണ്. എല്ലാ വർഷവും നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിരോധിക്കപ്പെട്ടൊരു പരിപാടിയോ അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള പ്രശ്നമോ ഇതിനകത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോഹൻലാൽ പോകാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ നിരോധിക്കപ്പെട്ടിട്ടുള്ളൊരു ന്യൂസ് പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഘടനയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. അവർ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെതിരാണ്. അതല്ലല്ലോ മോഹൻലാൽ ചെയ്തത്. ഇതുവരെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടോ നമ്മുടെ നാടിനെതിരായിട്ടോ ആർക്കും എതിരായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു നടനാണ്, സിനിമയിൽ അഭിനയിക്കുന്നു. സിനിമയായിട്ട് കാണാൻ പറ്റാത്തവര് പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നു. അദ്ദേഹത്തെ മനഃപൂർവ്വം വേട്ടയാടുകയല്ലേ. അദ്ദേഹത്തിനൊരു ഹോണററി പദവിയുണ്ട്, ലെഫ്റ്റനന്റ് കേണൽ പദവിയുണ്ട്. ആ പദവിയിലാണ് ഇപ്പൊ എല്ലാത്തിന്റെയും കണ്ണ്. ആ പദവി എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായോ? ഇനി അദ്ദേഹത്തിന് ഈ പദവി കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. ആ പദവി പോലും അദ്ദേഹം നേടിയെടുത്തതാണ്. സത്യത്തില് ഇങ്ങനെ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അദ്ദേഹം അവിടെ പോയി എന്ന് വിചാരിച്ച് അദ്ദേഹം ഉടനെ മുസ്ലിമായി മാറാൻ പോവാണോ? അല്ലെന്നുണ്ടെങ്കിൽ ജമാഅത്തി സംഘടനയുടെ ആ ഭാഗമായിട്ട് മാറാൻ പോവുകയാണോ? ഒന്നുമല്ല. അദ്ദേഹത്തെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, അവിടെ പോയി ആദരവ് ഏറ്റുവാങ്ങി തിരിച്ചു വന്നു. അങ്ങനെ എത്രയെത്ര പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. എല്ലാ പരിപാടിയിലും അദ്ദേഹം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പോയി പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിലും ഗസ്റ്റായിട്ട് വിളിക്കുന്ന ചടങ്ങിലും ഒക്കെ തന്നെ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. അവിടെ അദ്ദേഹം രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഇന്നേ വരെ അദ്ദേഹം രാഷ്ട്രീയം നോക്കി ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. ഇന്ത്യയിലുടനീളം അദ്ദേഹത്തെ ഗസ്റ്റുകളായിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ എത്രയെത്ര പരിപാടിയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ ഒന്നുമല്ല അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. മതം നോക്കി രാഷ്ട്രീയം നോക്കി ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പറയാം വേറൊരു പാർട്ടിയുടെ പരിപാടിക്ക് പോയി, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു സംഘടനയുടെ പരിപാടിക്ക് പോയി, അത് ശരിയായില്ല. അദ്ദേഹം ഒന്നിന്റെയും ഭാഗമല്ല. അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആണ്. അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, താല്പര്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അതെടുക്കാൻ എന്തിനാണ് തടയുന്നത്? എമ്പുരാന് ശേഷം മനഃപൂർവ്വം ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാണ്. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിനെതിരെ കുറേ ലേഖനങ്ങൾ ഓർഗനൈസർ എഴുതിയിട്ടതാണ്. പിന്നെ നിങ്ങൾ എന്തിനത് ഡിലീറ്റ് ചെയ്തു? ഒത്തിരി വിവാദമായി, ഒരുപാട് പ്രശ്നങ്ങളായി, ഒത്തിരി ആൾക്കാർ അതിനെതിരെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്തു. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്തില്ല. എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിരോധിച്ച സംഘടനയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയോ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മോഹൻലാൽ പോയത് ശരിയായില്ല, മോഹൻലാൽ ചെയ്തത് തെറ്റാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടി. ഗൾഫ് രാജ്യങ്ങളിലാണ്. ആ പരിപാടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവർ നടത്താൻ സമ്മതിക്കുമോ? ഇല്ല. അതൊരു കൾച്ചറൽ ഇവന്റ് ആണ്. മലയാളികൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഫംഗ്ഷൻ, ഒരു ഇവന്റ്. പല നാടുകളിലല്ലേ, പല ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളൊക്കെ തന്നെ ആ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു ഫംഗ്ഷനാണ്. അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി കൊണ്ട് കിട്ടിയ ഒരു ഫംഗ്ഷനാണ്. അദ്ദേഹം എന്തിനാ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് വെക്കണം? അദ്ദേഹത്തിന് പൈസ കിട്ടുന്നത് കൊണ്ട് എന്താണ്? അദ്ദേഹം എല്ലാ സ്ഥലത്തും പൈസ വാങ്ങിച്ചു തന്നെയാണ് പോകുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അഭിനയിക്കുന്നത് പൈസ വാങ്ങിച്ചിട്ടാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിലെത്തിയത്. ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല. ആരും അദ്ദേഹത്തിന് ഫണ്ട് ചെയ്തിട്ടില്ല. സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ഉയർന്നു വന്ന ഇപ്പൊ ഈ ഒരു നിലയിൽ ഇരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു ഓർഗനൈസേഷന്റെയും ഭാഗമല്ല, ഒരു പാർട്ടിയുടെയും ഭാഗമല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ സമ്മതിക്കാം. തെറ്റില്ലാതെ ഒരു മനുഷ്യനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് അത് വേറെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ടാണ്.